വീട്ടിലെത്തിയ ദേവയ്ക്ക് ഉമ്മറത്ത് തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന അമ്മയുടെ മുഖം ഓർമ്മ വന്നു. ആ ഓർമ്മയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു, നെഞ്ചു പിടഞ്ഞു. ദേവാ, കയറി വാ, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാതെ. മോള് വാ. ചെറിയമ്മ അവരെ അകത്തേക്ക് വിളിച്ചു. ദേവാ തിരുമേനിയെ വിളിച്ചു പ്രശ്നം വെച്ച് നോക്കിയിരുന്നു. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇനിയും ഒരു മരണം കാണുന്നുണ്ട് പ്രശ്നത്തിൽ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി താമസിക്കാനാണ് പറയുന്നത്. എന്താ മോന്റെ തീരുമാനം? രുക്കു ദേവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൻ അവളെ ഒന്ന് നോക്കി. എന്താന്ന് വെച്ചാ ചെയ്യാം മുത്തശ്ശ. ഇനി ഇവിടെ ആരുടെയും ജീവൻ പോകരുത്. പൂജയും മറ്റും കഴിയും വരെ തൽക്കാലം നമുക്ക് പഴയ വീട്ടിലേക്ക് മാറാം, ദേവ പറഞ്ഞു. മഹി ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കി ഇരിപ്പുണ്ട്. ദേവ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അച്ഛാ, മഹി ദേവയെ വിളിച്ചു. ദേവ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ ഈ ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് വാ, മഹി പറഞ്ഞു. അച്ഛാ, രുക്കു വിളിച്ചു. മഹി അവളെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് അയാളുടെ നോട്ടം കണ്ടപ്പോൾ അവൾക്ക് ചെറിയ പതർച്ച തോന്നി. പിന്നെ ദേവയ്ക്കൊപ്പം അവൾ മുറിയിലേക്ക് പോയി. ദേവ മുറിയിൽ കയറിയപ്പോൾ ആദ്യം അവന്റെ കണ്ണിൽപ്പെട്ടത് ചുവരിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന ചോരത്തുള്ളികളാണ്. ദേവ ചുവരിലേക്ക് സംശയത്തോടെ നോക്കുന്നത് കണ്ട് രുക്കുവും നോക്കി. അവളുടെ കണ്ണുകളിൽ പേടി നിറഞ്ഞു. ഇതെങ്ങനെ ഇവിടെ ചോരക്കറ വന്നു? ദേവ പെട്ടെന്ന് ചോദിച്ചു. അറിയില്ല ദേവേട്ടാ, നമ്മൾ ഈ മുറിയിൽ കയറിയിട്ട് കുറച്ചായില്ലേ. അന്ന് നമ്മൾ പോകുമ്പോൾ ഈ പാടുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു, രുക്കു പെട്ടെന്ന് പറഞ്ഞു. ദേവ ആ ചോരപ്പാടിന്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് ബെഡിനടിയിൽ കിടക്കുന്ന പൊട്ടിയ ഫ്ലവർ കണ്ടത്. അവനത് കൈയെത്തിച്ചെടുത്തു. രുക്കു ഞെട്ടി. രുക്കു, ഇത് നമ്മുടെ മുറിയിലിരുന്ന ഫ്ലവർ അല്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. അതെ, ഇതെങ്ങനെ ഇതിനിടയിൽ വന്നു? അവൾ ഒന്നും അറിയാത്ത പോലെ സംശയത്തിൽ ചോദിച്ചു. ദേവ ആ ചോരപ്പാടിലേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. വിരൽപ്പാടുകളാണത്. ദേവ ഫോണെടുത്തു മഹിയെ വിളിച്ചു. എന്താ ദേവ? ഫോണെടുത്ത പാടെ മഹി ചോദിച്ചു. അച്ഛാ, എൻ്റെ റൂമിലേക്ക് വന്നേ, ദേവ അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കി. രുക്കു രുക്കു ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ ഞെട്ടി നിൽപ്പാണ്. കുറച്ചു കഴിഞ്ഞ് മഹി മുറിയിലേക്ക് വന്നു. ഒപ്പം ജിതിയുമുണ്ട്. എന്താ ദേവ, എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? മഹി അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അച്ഛാ, ദേ നോക്കിയേ. മഹിയും ജിതിനും ദേവ ചൂണ്ടിക്കാണിച്ച ചോരപ്പാടിലേക്ക് നോക്കി. ഇതെങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾ പോയ ശേഷം ഈ മുറിയിൽ ആരും വന്നിട്ടില്ല. മരണസമയത്ത് അങ്ങനെ ആരും മുകളിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഇത് എങ്ങനെയെന്ന് അറിയില്ല മോനെ, ദേവയോട് മഹിയും ജിതൻ പറഞ്ഞു. രുക്കു, ദേവ ഉറക്കെ വിളിച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് വിളി കേട്ടു. എന്താ എന്താ ദേവേട്ടാ? അവൻ്റെ അടുത്തേക്ക് പോയി. അമ്മ മരിച്ചത് നിനക്ക് ജ്യൂസ് കൊണ്ട് വന്ന ശേഷം തിരിച്ചു താഴെ പോയപ്പോൾ അല്ലേ? ദേവ അവളെ നോക്കി ചോദിച്ചു. അതെ, അന്ന് ഞാൻ ബാൽക്കണിയിലായിരുന്നു. അമ്മ എനിക്ക് അവിടെ കൊണ്ട് ജ്യൂസ് തന്നു. പിന്നെ പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി. ഒരു വിക്കലും പതർച്ചയുമില്ലാതെ പെട്ടെന്ന് തന്നെ രുക്കു മറുപടി പറഞ്ഞു. താഴെ വീണ് തല പൊട്ടിയ അമ്മ ഒരിക്കലും തിരിച്ചു മുകളിലേക്ക് വരില്ല. അപ്പോൾ പിന്നെ ഈ ചോരപ്പാടെങ്ങനെ? ദേവ ആലോചനയോടെ പറഞ്ഞു. ചിലപ്പോൾ മരണത്തിന് വന്ന ആരുടെയെങ്കിലും കയ്യോ കാലോ മറ്റോ മുറിഞ്ഞതാകും. ആരെങ്കിലും ശ്രദ്ധിക്കാതെ ചുവരിൽ തുടച്ചതാകും, ജിതി പറഞ്ഞു. ദേവാ, നീ ലല്ലുവിനെ ഒന്ന് വിളിക്ക്. ഇവിടം വരെ വരാൻ പറയും. എന്തായാലും ഇതങ്ങനെ വെറുതെ കളയണ്ട, മഹി ഗൗരവത്തിൽ രുക്കുവിനെ നോക്കി പറഞ്ഞു. ശരി അച്ഛാ, ഇതങ്ങനെ വെറുതെ വിടാൻ തോന്നുന്നില്ല. പറഞ്ഞു തീരലും ദേവ ഫോണെടുത്ത് ലല്ലുവിനെ വിളിച്ചു. കല്ലുവിനെയും ഗായുവിനെയും കൂട്ടി പുറത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു ലല്ലുവും പീറ്ററും. പീറ്റർ ഇപ്പോൾ കോവിലകത്തെ ഡ്രൈവറാണ്. മാന്തോപ്പിൽ എല്ലാവരും കോട്ടയത്തേക്ക് പോയിരിക്കുകയാണ്. അവിടെ റയാന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിനെ തുടർന്ന്. സച്ചിയുടെയും അലോകിന്റെയും മരണവും അവന്റെ മുടിനാരി പോലും പുറത്തു വരാത്ത രീതിയിൽ സ്ഥിരീകരിച്ചു മണ്ണോട് മണ്ണ് ചേർത്തിരുന്നു ഇതിനോടകം. കല്ല് ഒരു സിമ്പിൾ ബ്ലാക്ക് കളർ ചുരിദാറാണ് ധരിച്ചത്. ഡ്രസ്സിങ് കഴിഞ്ഞു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ലല്ലു അവളുടെ അടുത്തേക്ക് വന്നത്. കണ്ണാടിയിലൂടെ അവനും അതേ കളർ ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്നത് കണ്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതവൾ സമർത്ഥമായി അവനിൽ നിന്ന് മറച്ചു വെച്ചു. ലല്ലു അവളെ പുറകിൽ നിന്ന് പുണർന്നു കഴുത്തിൽ അവളുടെ കുഞ്ഞു മറുകിൽ അമർത്തി ചുംബിച്ചു. കല്ലു ഒന്ന് പിടഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ലല്ലു പുഞ്ചിരിയോടെ അവളുടെ കഴുത്തിൽ താടിയൂന്നി കണ്ണാടിയിലേക്ക് നോക്കി. തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കാണെ അവന്റെ കണ്ണുകൾ വിടർന്നു. അതെ, ഇങ്ങനെ കണ്ണടച്ചു നിന്നാൽ മതിയോ കല്ലുമ്മ? നമുക്ക് പോണ്ടേ? അവളെ ഒന്നുകൂടെ അമർത്തി പിടിച്ചു ചോദിച്ചു. കല്ലു കണ്ണ് നിറച്ച് അവനെ നോക്കി. കണ്ണാടിയിലൂടെ അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ട് ലല്ലു ഒന്ന് ഞെട്ടി. പെട്ടെന്ന് അവളെ തിരിച്ചു അവന് അഭിമുഖമായി നിർത്തി. എന്താടോ, എന്തിനാ എൻ്റെ കുഞ്ഞിങ്ങനെ കണ്ണ് നിറയ്ക്കുന്നേ? അവളുടെ കവിളിൽ പിടിച്ചു ചോദിച്ചു. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ട. അപ്പോഴേക്കും അവൾ കരഞ്ഞു. ലല്ലു ഒരു പുഞ്ചിരിയോടെ അവളെ നെഞ്ചോട് ചേർത്തു. കുറച്ചു സമയം അങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് ലല്ലുവിന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി.
അവൻ കല്ലുവിനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു ഫോൺ എടുത്തു. ഹലോ, പറ ദേവ. ഫോൺ എടുത്ത പാടെ ലല്ലു ചോദിച്ചു. ദേവയാണെന്ന് അറിഞ്ഞതും കല്ലു അവനെ മുഖമുയർത്തി നോക്കി. ഏട്ടനൊന്ന് വീട് വരെ വരുമോ? അത്യാവശ്യമാണ്. ദേവയുടെ ശബ്ദം കേട്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി ലല്ലുവിന്. ഞാൻ വരാം ദേവ. അപ്പോഴേക്കും കോൾ കട്ടാക്കി. കല്ലു ലല്ലുവിനെ നോക്കി നിൽപ്പാണ്. ലല്ലു പുഞ്ചിരിയോടെ അവളെ നോക്കി. നിന്റെ ഈ കുഞ്ഞു തലയിൽ ഇപ്പോൾ ഒരുപാട് സംശയമുണ്ട്. ഇതൊക്കെ എൻ്റെ അഭിനയമാണോ, ഞാൻ പറ്റിക്കുവാണോ എന്നൊക്കെ അവളുടെ തലയിലിട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് മാത്രം പറയാം, ഇന്ന് ഈ ലോകത്ത് ത്രിലോക ആരെങ്കിലും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. നീ കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആർക്കും സ്ഥാനമുള്ളൂ. അവളുടെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. കല്ല് കേട്ടത് വിശ്വസിക്കാനാകാതെ അവനെ നോക്കി നിൽപ്പാണ്. കണ്ണൊക്കെ നിറയുന്നുണ്ട്. ലല്ലു അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഈ കണ്ണ് ഇനി നിറയ്ക്കരുത്. എനിക്ക് വേണ്ടി കുറെ നിറച്ചതല്ലേ. ദേ കരിമഷിയൊക്കെ പോയി. ഇതൊക്കെ തുടച്ചു എൻ്റെ കുഞ്ഞ് നല്ല സുന്ദരിയായി ഒരുങ്ങി നിൽക്ക്. അപ്പോഴേക്കും ഞാനൊന്ന് കോവിലകം വരെ പോയിട്ട് വേഗം വരാം. അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. എന്താ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവേട്ടൻ എന്തിനാ വിളിച്ചേ? കല്ല് ചോദിച്ചു. അറിയില്ലടാ, അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാനൊന്ന് പോയി കാര്യം എന്താണെന്ന് നോക്കി വരാം. അഥവാ ഞാൻ വരാൻ ലേറ്റായ പീറ്ററിന്റെ കൂടെ വരണം. അവളുടെ കവിളിൽ തട്ടി പറഞ്ഞ് ലല്ലു വേഗം പോയി. കല്ലു ഇതൊക്കെ സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ലല്ലു പോകും മുന്നേ പീറ്ററിനോട് അവരെ കൂട്ടി ബീച്ചിലേക്ക് വരാൻ പറഞ്ഞു. കോവിലകത്തേക്ക് പോകുമ്പോഴാണ് ലല്ലുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ഹലോ. ലല്ലു ഡ്രൈവിങ്ങിനിടയിൽ തന്നെ കോൾ എടുത്തു. ത്രിലോക് സച്ചിദാനന്ദൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്? മറുവശത്ത് നിന്ന് അവൻ എപ്പോഴോ കേട്ടുമറന്ന ശബ്ദം. ലല്ലു വണ്ടി സൈഡിലൊതുക്കി. ആരാടാ നീ? ലല്ലു ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ ആരാണെന്നൊക്കെ പറയാം. അതിനു മുന്നേ നിന്റെ ജീവിതം എങ്ങനെ പോകുന്നു? നിന്റെ പുതിയ ഭാര്യ നല്ല സുന്ദരിയാണ്. ആ ബ്ലാക്ക് കളർ ഡ്രസ്സ് അവൾക്ക് നന്നായി ചേരുന്നുണ്ട്. ലല്ലുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി. ആരാടാ നീ? ലല്ലു അത്രയും ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ മറുവശത്ത് നിന്ന് ഒരു പൊട്ടിച്ചിരിയായിരുന്നു. നീ ഇങ്ങനെ ചൂടാവാതെ. ഞാൻ നിന്റെ ഭാര്യ സുന്ദരിയാണെന്നല്ലേ പറഞ്ഞത്? ആ, അതൊക്കെ പോട്ടെ. ഞാൻ വിളിച്ചത് നീയും നിന്റെ, അല്ലെങ്കിൽ വേണ്ട, നീ കുറച്ച് അധികം വർഷം മുന്നേ ജയിലിലേക്ക് പറഞ്ഞയച്ച ഒരുത്തനാണ് ഞാൻ. ഞാൻ എൻ്റെ വരവറിയിക്കാനാണ് നിന്നെ വിളിച്ചത്. ലല്ലുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ ഏതോ കാലാവധി തീരാറായ പൊന്നുമോനാണ്. ആ, ആരായാലും വരവറിയിച്ചല്ലോ, സന്തോഷം. ഇനി നീ ഭീഷണി ഉദ്ദേശിച്ചാണ് വിളിച്ചതെങ്കിൽ വേണ്ട. ത്രിലോക് അന്നും ഇന്നും ഒരു ഭീഷണിക്ക് മുന്നിലും മടക്കിയിട്ടില്ല, മടക്കാറുമില്ല. ലല്ലു പറഞ്ഞു. അതെനിക്കറിയാം. പക്ഷേ നീ എൻ്റെ മുന്നിൽ മുട്ടുമടക്കും. അന്ന് നീ നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടി എന്നെ തേടി വരും. അതുവരെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. പിന്നെ എന്നെ കണ്ടുപിടിക്കാൻ നീ നടക്കേണ്ട. നിന്നെ തേടി ഞാൻ വരും, അവൻ പറഞ്ഞു. ലല്ലു ഉറക്കെ പുഞ്ചിരിച്ചു. അല്ലെങ്കിൽ തന്നെ ആര് നിന്നെ തേടി വരുന്നു? നിന്നെപ്പോലെ ഒരു 100 ഞാഞ്ഞൂലുകൾ എന്നെ വിളിച്ചു ഇങ്ങനെ ഭീഷണി മുഴക്കും. ഞാൻ കാര്യമാക്കാറില്ല. കാരണം മുന്നിൽ വന്ന് നേരിട്ട് വെല്ലുവിളിക്കാൻ അറിയാത്ത നിന്നെയൊക്കെ ഞാൻ എന്തിനാടാ പേടിക്കുന്നേ? വെച്ചിട്ട് പോടാ പുല്ലേ. ലല്ലു അതും പറഞ്ഞ് കോൾ കട്ടാക്കി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ മനസ്സിൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞു പെണ്ണിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ഫോൺ വലിച്ചു എറിഞ്ഞു ദേഷ്യത്തിൽ. പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് അവൾ വന്നു. എന്തു പറ്റി? എന്തിനാ ഇത്രയും ദേഷ്യം? അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ച് ചോദിച്ചു. ആ ത്രിലോക്, അവനെ ഞാൻ ഇപ്പോൾ വിളിച്ചു എൻ്റെ വരവറിയിക്കാൻ. പക്ഷേ അവൻ നിർത്തി. വേണ്ട, എനിക്ക് മനസ്സിലാകും. അവൻ അന്നും ഇന്നും ഒരേ സ്വഭാവം തന്നെയാണ്, കാക്കി എണിഞ്ഞ അസുരൻ. അവൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് ഇന്നും നമുക്ക് അറിയാനായിട്ടില്ല. അതിൽ വേണം ആദ്യം നമ്മൾ തൊടാൻ, അവൾ അവനെ ആശ്വസിപ്പിച്ചു പറഞ്ഞു. അവൻ്റെ ദൗർബല്യം അങ്ങനെ ഒന്നുണ്ടോ? എന്തായാലും അവനുള്ള ആദ്യത്തെ കൊട്ട് അവൻ്റെ അനിയത്തിയിലൂടെ തന്നെ ഞാൻ കൊടുക്കും. അവളും അത് ശരിവെക്കും പോലെ പുഞ്ചിരിച്ചു. രുക്കു ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവൾക്കും പിടിയില്ല എങ്ങനെ ആ ചോരക്കറ അവിടെ വന്നൂന്ന്. പക്ഷേ ആ ഫ്ലവർ വൈസ് രുക്കു തന്നെ പെട്ടെന്നുള്ള ടെൻഷനിൽ ഇട്ടതായിരുന്നു. ഈ നിമിഷം വരെ ദേവയോ മഹിയോ മുറിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ജിതി ഇടയ്ക്ക് താഴേക്ക് ഇറങ്ങിപ്പോയി എല്ലാവരോടും വിവരം പറഞ്ഞു. അധികം വൈകാതെ തന്നെ ലല്ലു അവിടെ എത്തിയിരുന്നു. അപ്പോഴേക്കും ജിതി അവൻ്റെ അടുത്തേക്ക് പോയി. എന്താ അങ്കിൾ, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലല്ലു അകത്തേക്ക് നടന്നു ചോദിച്ചു. ദേവയുടെ മുറിയിൽ നിന്ന് രക്തക്കറ കണ്ട കാര്യവും മറ്റു സംശയങ്ങളും ഒക്കെ പറഞ്ഞു. ലല്ലു നേരെ ദേവയുടെ മുറിയിലേക്ക് പോയി. ലല്ലു മുറിയിലെത്തുമ്പോൾ 3 പേരും മുറിയിൽ തന്നെ ഉണ്ട്. അവൻ അവരെ ഒന്ന് നോക്കി. ഏട്ടാ, ദാ ഇതാണ്, ദേവ ചുവരിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ലല്ലു സസൂക്ഷ്മം അത് നിരീക്ഷിച്ചു. ഒപ്പം തന്നെ അവൻ ആ മുറിയാകെ ഒന്ന് നോക്കി.
അവസാനം അത് രുക്കുവിൽ വന്നു നിന്നു. ദേവ, അങ്കിൾ, നിങ്ങൾ രണ്ടും ഒന്ന് പുറത്തു നിൽക്കോ? എനിക്ക് രുക്കുവിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഏട്ടനായിട്ടല്ല, ഒരു പോലീസ് ഓഫീസറായിട്ട്. അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ തന്നെ രുക്കു ഞെട്ടി ദേവിനെ നോക്കി. അവനും അതേ ഞെട്ടലോടെയാണ് അവളെ നോക്കിയത്. ലല്ലു, ചോദ്യം ചെയ്യൽ കഴിഞ്ഞു എൻ്റെ മുറിയിലേക്ക് ഒന്ന് വരണം. മഹി അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ദേവയും തൊട്ടു പിന്നാലെ ഇറങ്ങി. രുക്കു. ലല്ലുവിന്റെ വിളി കേട്ടതും ഒരു പൊട്ടിക്കരച്ചിലോടെ രുക്കു അവന്റെ കാലിലേക്ക് വീണു. എന്നോട് ക്ഷമിക്കണമേട്ടാ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. അമ്മയെ കൊല്ലാൻ ഉദ്ദേശിച്ചതല്ല. എൻ്റെ ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തു പോയതാണ്. ഏട്ടൻ എന്നെ രക്ഷിക്കണം. ലല്ലു അവളെ പിടിച്ച് പുറകിലേക്ക് തള്ളി. നീ ആ വൃത്തികെട്ട സച്ചിയുടെ ചോരയാണെന്ന് തെളിയിച്ചു. എന്ത് പാവം ചെയ്തിട്ടാടി നീ ആ പാവത്തിനെ തലക്കടിച്ചത്? പറയടി. ലല്ലു അലറിക്കൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു. രുക്കു കരഞ്ഞുകൊണ്ട് നിന്നതല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. ലല്ലു വാതിൽ തുറന്ന് മഹിയുടെ മുറിയിലേക്ക് പോയി. അവിടെ മഹിയും ദേവനുമുണ്ട്. ലല്ലു മുഖത്തെ ദേഷ്യം മാറ്റിവെച്ച് അവരുടെ അടുത്തേക്ക് പോയി. ചോദ്യം ചെയ്യൽ കഴിഞ്ഞോ ലല്ലു? വല്ലാത്തൊരു ഗൗരവം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ആ ശബ്ദത്തിൽ. കഴിഞ്ഞു അങ്കിൾ. എന്താ അങ്കിൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ലല്ലു മറ്റൊരു ചോദ്യത്തിന് അവസരം കൊടുക്കാതെ ചോദിച്ചു. ഇത് ഞാൻ നിന്നെയാണോ അതോ ഇവനെയാണോ കാണിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഉള്ള സ്ഥിതിക്ക് രണ്ടുപേരും ഇതൊന്ന് കണ്ടു നോക്ക്. അത് കഴിഞ്ഞാകാം സംസാരം. മഹി അത്രയും പറഞ്ഞ് ലാപ്പിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തു അവരുടെ മുന്നിലേക്ക് വെച്ചു. അതിലെ ദൃശ്യങ്ങൾ കാണെ ലല്ലുവിന്റെയും ദേവയുടെയും മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി. അതേ ദേഷ്യത്തോടെ തന്നെ രണ്ടുപേരും കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രുക്കു ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയത് മുഖമടച്ച ഒരടിയായിരുന്നു കിട്ടിയത്. രുക്കു ഒരു നിമിഷം മരവിച്ചുപോയി. മുന്നിൽ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ലല്ലു. എന്തിനാടി ആ പാവത്തിനെ കൊന്നത്? ലല്ലു ദേഷ്യം കൊണ്ട് അലറുകയായിരുന്നു. ഏട്ടാ, അവൾ ഞെട്ടലോടെ വിളിച്ചു. പക്ഷേ ലല്ലു എന്തെങ്കിലും പറയും മുന്നേ ദേവ അവളുടെ തലമുടിയിൽ മുറുകെ പിടിച്ചു അവന്റെ മുന്നിലേക്ക് നിർത്തി അവളുടെ കവിളിലും മാറി മാറി അടിച്ചു. കവിളും ചുണ്ടും പൊട്ടി ചോര ഒലിച്ചു. എന്തിനാടി എൻ്റെ അമ്മയെ നീ കൊന്നത്? രുക്കു ഞെട്ടിക്കൊണ്ട് ദേവനെ നോക്കി. അവന്റെ മുഖത്തെ ദേഷ്യം അവളെ പച്ചയ്ക്ക് കത്തിക്കാൻ പാകത്തിനായിരുന്നു. പറയടി, എൻ്റെ അമ്മയെ കൊന്നത് എന്തിനാ? അവൻ അവളെ വീണ്ടും അടിക്കാൻ തുടങ്ങിയതും മഹി വന്നു കയ്യിൽ പിടിച്ചു. അങ്കിൾ എന്തിനാ അവനെ തടയുന്നേ? ഇവളെ കൊല്ലേണ്ടതാണ്. ലല്ലു അവളെ നോക്കി വെറുപ്പോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. നിങ്ങൾ രണ്ടും ഒന്ന് നിർത്ത്. അവളൊരു ഗർഭിണിയാണെന്ന് മറക്കരുത്. മോള് അവളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാകും. പോയത് പോയില്ലേ. ഇനി തല്ലിയാലോ കൊന്നാലോ പോയ ആള് തിരിച്ചു വരുമോ? മഹി രണ്ടുപേരെയും നോക്കി ചോദിച്ചു. രുക്കു ഒന്ന് നിവർന്നു നോക്കാൻ പോലും ആകാതെ അടികൊണ്ട് അവശയായി ബെഡിലിരിക്കുകയാണ്. അവളെ ഏന്തി വലിഞ്ഞ് മഹിയുടെ കാലിൽ വീണു. ഒരിക്കലും പൊറുക്കാനാകാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. എന്നെയും മറ്റൊരാളെയും കൂട്ടിവെച്ച് അമ്മ മോശമായി സംസാരിച്ചപ്പോൾ, എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം വരെ അമ്മ സംശയിച്ചു പറഞ്ഞപ്പോൾ സഹിച്ചില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അറിയാതെ ചെയ്തു പോയതാണ്. ലല്ലുവും ദേവയും ഞെട്ടലോടെ അവളെ നോക്കി. നീ എന്താടി എൻ്റെ മരിച്ചുപോയ അമ്മയെ കളിയാക്കുന്നു? ദേവ അവളെ പിടിച്ചു വലിച്ചു അവൻ്റെ മുന്നിൽ നിർത്തി. ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ ഫോണിലെ ഒരു ഫോട്ടോ കണ്ടതിൻ്റെ പേരിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ അമ്മ എന്നെ സ്നേഹിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴൊക്കെ എന്നെ കുത്തിനോവിക്കുമായിരുന്നു. രുക്കു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദാ ഈ ഫോട്ടോ കണ്ടിട്ടാണ് അമ്മ എന്നെ സംശയിച്ചത്. അതും പറഞ്ഞ് രുക്കു അവളുടെ ഫോണിൽ അവളും മറ്റൊരു പയ്യനും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു. ഇതെൻ്റെ കോളേജ് മേറ്റാണ്. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞു പോലും ഇവൻ്റെ ആണെന്ന് അമ്മ പറഞ്ഞു. ഒരിക്കൽ ഞാനും അമ്മയും തൊടിയിലിരിക്കുമ്പോൾ ഇവൻ വിളിച്ചു. അന്ന് തുടങ്ങിയതാണ്. ഞാനിതൊക്കെ ദേവേട്ടനോട് തുടക്കത്തിൽ തന്നെ പറയാൻ കുറേ ശ്രമിച്ചതാണ്. പക്ഷേ ദേവേട്ടൻ അന്നൊക്കെ എന്നെ കാണുന്നത് തന്നെ ദേഷ്യമായിരുന്നു. അന്ന് അമ്മ ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു അവൻ എന്നെ അവൻ്റെ കല്യാണം ക്ഷണിക്കാൻ വിളിച്ചത്. അത് അമ്മ കേട്ട് വന്നു. എന്നിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നെ തല്ലി. കുഞ്ഞിൻ്റെ കാര്യത്തിൽ കൂടെ എന്നെ സംശയിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു തീർന്നതും രുക്കു ബോധം മറഞ്ഞു താഴേക്ക് വീണു. പീറ്റർ ഗായുവിനൊപ്പം ഇരിപ്പുണ്ട്. കല്ലുവും ലല്ലുവും കുറച്ചു മുന്നിലേക്ക് നടന്നു പോകുന്നുണ്ട്. ഗായത്രി ആഞ്ഞടിക്കുന്ന തിരയിലേക്ക് നോക്കി ഇരിപ്പാണ്. പീറ്ററിന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു ഗായു അവനെ നോക്കി. ഹലോ ഭദ്രമോളെ, പീറ്റർ സ്നേഹത്തോടെ വിളിക്കുന്നത് കേട്ട് ഗായു അവനെ നോക്കി. ഇത് ഭദ്രയല്ല പീറ്റർ മാമ, ശ്രീകുട്ടിയാണ്. അപ്പുറത്തുനിന്ന് ഒരു കൊഞ്ചൽ ശബ്ദം കേട്ടതും പീറ്റർ ചിരിച്ചു. ആഹാ, മാമന്റെ ചീക്കുട്ടിയാണോ? പീറ്റർ അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനായി വിളിച്ചു. അപ്പോഴാണ് അവനെ നോക്കി ചിരിയോടെ ഇരിക്കുന്ന ഗായുവിനെ പീറ്റർ നോക്കിയത്. പിന്നെ അവൻ കോൾ സ്പീക്കറിലിട്ടു. ചീക്കുട്ടിയല്ല, ശ്രീകുട്ടി. ഞാൻ കാലനോട് പറഞ്ഞു കൊടുക്കും പീറ്റർ മാമ എന്നെ ഇങ്ങനെ വിളിച്ചുവെന്ന്. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നത് ആ ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലായി.
ഗായുവും ചിരിച്ചു അവളുടെ ശബ്ദം കേട്ടു. അയ്യോ, അച്ഛനോടൊന്നും പറയല്ലേ, മാമൻ പാവമല്ലേ. എൻ്റെ ശ്രീകുട്ടി നാട്ടിൽ വരുമ്പോൾ വലിയ പാവക്കുട്ടി വാങ്ങിത്തരാം. ഇപ്പോൾ എന്തിനാ മാമനെ മാമൻ്റെ മോള് വിളിച്ചത്? പീറ്റർ അവളെ ഒന്ന് മയത്തിലാക്കാൻ വിഷയം മാറ്റി. അയ്യോ, മറന്നുപോയി. ഹാപ്പി ബർത്ത്ഡേ പീറ്റർ മാമ. താങ്ക് യു ശ്രീകുട്ടി. അല്ല, ആരാ ഈ ദിവസം പറഞ്ഞു തന്നത്? പീറ്റർ സംശയത്തിൽ ചോദിച്ചു. അമ്മ രാവിലെ വിളിച്ചത് ഞാൻ ഉറക്കത്തിൽ കേട്ടു. കള്ളച്ചിരിയോടെ കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് കേട്ട് പീറ്റർ ചിരിച്ചു. അമ്പടി കള്ളി, അപ്പോൾ രാവിലെ കള്ള ഉറക്കമായിരുന്നല്ലേ? അച്ഛനും ഞാനും കള്ള ഉറക്കമായിരുന്നു. അമ്മയെ പറ്റിച്ചു. ഞാൻ വെക്കാം, എനിക്ക് ഉറക്കം വരാം. പറയലും ഫോൺ വയ്ക്കലും കഴിഞ്ഞു. പീറ്റർ ചിരിയോടെ ഫോൺ പോക്കറ്റിലിട്ടു. ഹാപ്പി ബർത്ത്ഡേ, ഗായു പറഞ്ഞു. അവൻ അവളെ നോക്കി വെറുതെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. മറുപടിയായി. എന്താ ബർത്ത്ഡേയുടെ കാര്യം ഏട്ടനോട് പറയാഞ്ഞേ? എങ്കിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും ആഘോഷിക്കാമായിരുന്നു, ഗായു പറഞ്ഞു. എനിക്കിപ്പോൾ 34 വയസ്സായി. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ലടോ. എൻ്റെ അച്ഛൻ ഒരു മുഴുകുടിയനായിരുന്നു. അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പിറന്നാൾ ദിവസം എൻ്റെ അമ്മ ഓർത്തു വെച്ച് അമ്പലത്തിൽ പോകും, എന്തെങ്കിലും വഴിപാട് കഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു സദ്യയോ പായസമോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. പിന്നെ വളർന്നപ്പോൾ ഞാനതൊന്നും ഓർക്കാറില്ല. നല്ലൊരു ഗുണ്ടായി നടന്നതാണ് ഞാൻ. ഭദ്രമോളെ കണ്ടതിൽ പിന്നെയാണ് ഞാൻ മനുഷ്യനായി മാറിയത്. കാശിയാണ് എനിക്കൊരു ജോലി തന്ന് ജീവിക്കാനുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടാക്കിയത്. കാശിക്കും ഭദ്രമോൾക്കും വേണ്ടി ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ. അത്രയ്ക്ക് കടപ്പാടുണ്ട്, പീറ്റർ ചിരിയോടെ പറഞ്ഞു. ഗായു അവനെ നോക്കിയിരിപ്പാണ്. ഞാൻ പറഞ്ഞു വന്നത് മാറിപ്പോയി. എൻ്റെ ബർത്ത്ഡേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് സർപ്രൈസ് തന്ന് ആഘോഷിച്ചത് ഭദ്രമോളായിരുന്നു. എപ്പോഴോ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റൊക്കെ അവളുടെ കണ്ണിൽപ്പെട്ടു. അങ്ങനെ കണ്ടുപിടിച്ചു. അന്ന് ഞാൻ ആഘോഷമെല്ലാം കഴിഞ്ഞ ശേഷം അവളോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഇതുപോലെ ആഘോഷമായി എൻ്റെ ബർത്ത്ഡേ നടത്തരുത്. എൻ്റെ അമ്മയെ എനിക്ക് ഓർമ്മ വരുമെന്ന്. എൻ്റെ അവസ്ഥ മോൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം മോള് പിറന്നാൾ ദിവസം രാവിലെ വിളിച്ച് എന്നെ വിഷ് ചെയ്യും, കാശിയും. പിന്നെ ഉച്ചയ്ക്ക് മോളുടെ വക ഒരു സദ്യ. അതെല്ലാ പ്രാവശ്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത് മിസ്സായി. പക്ഷേ ഇന്ന് കുറുമ്പിപ്പെണ്ണ് വിളിച്ച് വിഷ് ചെയ്തു. എനിക്കിപ്പോൾ സ്വന്തമെന്ന് പറയാൻ അവരേയുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. പീറ്ററിനെ കണ്ണെടുക്കാതെ ഗായത്രി നോക്കിയിരുന്നു. പീറ്റർ പറഞ്ഞു തീർന്നിട്ടും ഒരു അനക്കവുമില്ലാതെ തന്നെ നോക്കിയിരിക്കുന്ന ഗായത്രിയെ പീറ്റർ തട്ടി വിളിച്ചു. എന്താണോ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? അവൻ അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു. ശരിക്കും ഒറ്റപ്പെടലും കഷ്ടപ്പാടും അറിഞ്ഞിട്ടുണ്ട് അല്ലേ പീറ്റർ ഏട്ടൻ? പക്ഷേ എൻ്റെ അമ്മ പോയതിൽ പിന്നെയാണ് ഞാൻ അതൊക്കെ അറിഞ്ഞത്. എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് നോക്കിയിരുന്നത്. പക്ഷേ പെട്ടെന്ന് അമ്മ പോയപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എന്തോ പറയാൻ പറ്റാത്ത ഒരവസ്ഥ, ഗായു പറഞ്ഞു നിർത്തി. പീറ്റർ ചിരിച്ചു. എടോ, താൻ ഒറ്റപ്പെട്ടതല്ലടോ. തനിക്ക് ചുറ്റും തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നടോ. പക്ഷേ ഇപ്പോൾ ഉണ്ട്, പീറ്റർ പറഞ്ഞു. ഗായു അവനെ ഒന്ന് നോക്കി. പിന്നെ ഒന്നും മിണ്ടിയില്ല. കല്ലുമ്മ, എന്താ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നേ? ലല്ലു അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. സത്യമായിട്ടും എന്നോട് ഇഷ്ടമുണ്ടോ, അതോ എന്നെ വെറുതെ പറ്റിക്കാനാണോ? കല്ലു അവനെ നോക്കി ചോദിച്ചു. ലല്ലു അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കല്ലു. അപ്പോഴേക്കും നിന്റെ സംശയങ്ങളൊക്കെ തീരും. നമുക്കിപ്പോൾ പോയാലോ? ലല്ലു ചോദിച്ചു. ലല്ലു രുക്കുവിൻ്റെ കാര്യം മനഃപൂർവ്വം അവളോട് പറഞ്ഞില്ല. പോകാം.